പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ശിരൂർ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായി. അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ക്യാബിനകത്തുനിന്ന് കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. 72 ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടിയും കർണാടക സർക്കാരിന് ഒരു വലിയ സല്യൂട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അവിടുത്തെ MLA നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് അത് വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള MLAയും അതിനോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. കർണാടക സർക്കാരിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ കാരണം 72 ദിവസം കഴിഞ്ഞതിന് ശേഷവും അർജുൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അർജുനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരാളെ കൂടെ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലോറിയുടെ മാനേജർ മനാഫാൻ തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ. അദ്ദേഹം പറഞ്ഞൊരു ഹൃദയഭേദകമായ വാക്കുണ്ട്. എനിക്ക് ലോറി വേണ്ട, എനിക്ക് വണ്ടിയൊന്നും വേണ്ട, എൻ്റെ കാര്യം വിട്ടേക്കുക, അതിൻ്റെ ഒരു അംശം എനിക്ക് വേണ്ട, പക്ഷേ എനിക്ക് അർജുൻ എന്ന് പറയപ്പെടുന്ന എൻ്റെ സഹോദരനെ വേണം, അത് കിട്ടിയാൽ ഞാൻ സന്തോഷമാണ്. ഇതാണ് ഒരു മുതലാളിത്തത്തിൻ്റെ എന്നേ പറയാൻ പറ്റില്ല, സാഹോദര്യത്തിൻ്റെ നന്മ. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, ഒരു പെങ്ങളും പെങ്ങളുടെ ഭർത്താവും പെങ്ങളോടൊപ്പം നിന്ന ബന്ധുക്കളും ഭാര്യയുമൊക്കെ അവരൊക്കെ അനുഭവിച്ച വേദന, ഇതിൽ നിന്നൊരു കൊച്ചു കാര്യത്തെ ഒരു എക്സ്ട്രാക്റ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. രക്തബന്ധം, സ്നേഹബന്ധം എന്നതൊക്കെ ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കാത്ത ഒരു ഇത്തിൽ കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ കണ്ണിയാണ് എന്നത് അർജുൻ്റെ മരണത്തിൽ നിന്ന് പലരും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അർജുനെ തിരിച്ചെടുക്കാൻ പരിശ്രമിച്ച എല്ലാവരോടും, അതിനകത്ത് മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, പ്രത്യേകമായിട്ട് സ്കൂബ ഡൈവേഴ്സ് വന്നിരുന്നുണ്ട്, പിന്നെ ഡ്രഡ്ജിങ് ആളുകളുണ്ട്, അവരോടൊക്കെ കേരളത്തിൻ്റെതായ അഭിനന്ദനം അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി മെനക്കെട്ട നേവിയുണ്ട്, ഇതിനുവേണ്ടി മെനക്കെട്ട മെനക്കെട്ടാന്നല്ല പറയാൻ അധ്വാനിച്ച പട്ടാളത്തിൻ്റെ ആളുകളുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അർജുൻ, നീ ഒരിക്കലും മരിക്കില്ല. കാലത്തിൻ്റെ യവനികൾ ആരൊക്കെ കടന്നു പോയാലും അർജുൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, ശ്രീകൃഷ്ണൻ തേര് തെളിച്ചു കൊണ്ടുപോയ അർജുൻ പിന്നാലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അർജുൻ നിൻ്റെ സാരഥി ശ്രീകൃഷ്ണനായിരുന്നു എന്ന് മാത്രം ചിന്തിക്കുക. ആ ശ്രീകൃഷ്ണൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാഷയിലായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഭാഷയിലായിരുന്നു. അർജുനോട് ഒത്തിരി നന്മകളും അങ്ങയുടെ ഒരു സന്താനം, അതായത് സന്താനം വാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴക്കാർക്ക് നല്ലതാണ്. ഒരു ഇത്തിൽക്കണ്ണി അല്ലെങ്കിൽ ഒരു നന്മ അങ്ങിൽ നിന്നുണ്ടെങ്കിൽ 1000 നന്മയായി തീരട്ടെ. അർജുൻ്റെ കുടുംബത്തോട് സംതൃപ്ത കുടുംബാംഗങ്ങളോട് ബഹുമാനം സൂക്ഷിച്ചുകൊണ്ടും സ്നേഹം സൂക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. ജോൺസൺ കരൂർ.